Hello everyone and welcome to Comedy Masters. ആരംഭിക്കാൻ പോവുകയാണ്. ഞങ്ങളത് അൺലിമിറ്റഡ് ഫണ്ടുമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി സ്കിറ്റ് തമാശകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നാട്ടുകൂട്ടം ആരാന്ന് അറിയണ്ടേ? ചിങ്ങവനം മാർഷൽ ആർട്സ് സെന്ററിലെ മാഷും പിള്ളേരുമാണ്. ഹലോ ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഓ, ഇവിടുന്ന് നോക്കുമ്പോഴേ നമ്മള് ബേക്കറിയിൽ മഞ്ഞ ലഡു അടുക്കി വെച്ചേക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മാഷിനെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? അത് മറ്റേ നീല അലുവ. ഓ മാഷേ, സുധീഷ് മാഷ്, എന്നാണ്ട് വിശേഷം കോട്ടയത്ത്? നല്ല വിശേഷം. നല്ല വിശേഷമാണോ? ഈ പിള്ളേരെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ ഈ മേളിൽ ഇരിക്കുന്നവരും പിള്ളേരൊക്കെ തന്നെയാണോ? അവരും എന്റെ പിള്ളേരാണ്. ആണോ? സ്റ്റുഡൻസ് ആണ്. ഇത് സ്റ്റുഡൻസാ. അപ്പൊ താങ്കൾ ആരാണോ ഇത് സ്റ്റുഡൻസ് എന്ന് പറയാൻ വേണ്ടി? ഇത് രണ്ട് സ്റ്റുഡന്റ് ആണ്. ചേട്ടന്റെ പേരെന്നാ? എന്റെ പേര് വിജയ്. വിജയ്. ഓക്കെ, ചേട്ടൻ ഇവരുടെ കൂടെ എങ്ങനെയാണ്? എന്റെ വൈഫാണിത്. ഓ സോറി, എന്റെ രണ്ട് പിള്ളേരാണത്. ഏതാണ് പിള്ളേര്? ഫാമിലി. അല്ല, മാസ്റ്ററിന്റെ പിള്ളേരുണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ട്, ഇവിടെ രണ്ടുപേരുണ്ട്. രണ്ടുപേര്? എല്ലാവർക്കും 2-2 ആണോ? ബാക്കിയുള്ളവർ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്? ഇവിടെ ബാക്കി എല്ലാരും ഇവര് രണ്ടുപേരും. ഇത് തേജസൂര്യ, അത് ദ്രോണസൂര്യ. ഓ നൈസ് നെയിം. മക്കളെ റെഡിയാണോ? റെഡി. നിങ്ങളാണ് മക്കളെന്ന് വിളിക്കുമ്പോഴാ ഞങ്ങളുടെ മാസ്റ്റർ ഞാൻ റെഡി. അത് ഇവിടുത്തെ മോനെന്ന് വിളിച്ചാലും മാസ്റ്റർ റെഡി എന്ന്. ഈ പിള്ളേര് ഭയങ്കര ഹരമാണ്. അപ്പൊ എന്തായാലും മക്കളെ നമുക്ക് സ്കിറ്റ് കാണാൻ പോവാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ആയുർവേദ സെന്ററിലേക്ക് പോവാം. ഓക്കെ, അവിടെ ഒരു സെലിബ്രിറ്റി വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ആണോ? അല്ലേ, ആരാന്നറിയില്ല. അപ്പൊ ഇതൊക്കെയാലോ നോക്കാം. സുഖിച്ചങ്ങ് കിടക്കുവാണല്ലേ. ഞാൻ ഇവിടെ റോപ്പ് ഡാൻസ് ചെയ്യുമല്ല, ഉഴിച്ചിൽ നടത്തുവാ. 1000 രൂപയെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഉഴിച്ചിൽ തുടങ്ങിയത്. പക്ഷെ ഇനി എനിക്ക് 5000 രൂപ തന്നേ പറ്റുള്ളൂ. സംഭവം വേറൊന്നുമല്ല, ഉള്ളംകാലിൽ എണ്ണയും തേച്ചോണ്ട് കയറിയില്ല. മൈക്കിൾ ജാക്സൺ തെറ്റുന്ന പോലെ തെറ്റിപ്പോയത് 4 മണിക്കൂറാണ്. അതുകൊണ്ട് 5000 രൂപ ഫിക്സ്. ഒരു ചോദ്യമല്ല. എണി 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 കൗണ്ടറിൽ ചെന്ന് പൈസ അടച്ചിട്ട് പോയാൽ മതി. ആശ അവിടെ വൈദ്യശാലം തുറന്നു വെച്ച് എങ്ങോട്ടോ പോയിട്ടുണ്ട്. ആശ എവിടെ പോയിട്ട് ആരെങ്കിലും ഒക്കെ വരും. ഇന്ന് ഞാൻ പൈസ മേടിക്കും. ആശാൻ വരുന്നത് വരെ ഞാൻ തന്നെ ആശ. കൺട്രോളർ എന്നിട്ട് നീ ഒരു കൺട്രോൾ ഇല്ലാതെ അല്ല, ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളാണെന്ന്. പ്രൊഡക്ഷൻ കൺട്രോൾ? അതെ അതെ അതെ. എന്താ പ്രശ്നം? ഇവിടുത്തെ ആശാൻ എന്തേ? ആശാൻ ഒരു തീർത്ഥയാത്രക്ക് പോയിരിക്കുകയാണ്. തീർത്ഥയാത്രക്കോ? ഇവിടത്തെ സാധനങ്ങളെല്ലാം തീർത്തിട്ട് ഒരു യാത്രക്ക് പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു പണി ചെയ്യാം, ആശാൻ വന്നിട്ട് വരാം. ആശാന്റെ എല്ലാ സൃഷ്ടിയും കഴിവും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരേ ശിഷ്യൻ ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ അയാളെ വിളിക്കുന്നത് നിങ്ങൾ മാറിക്ക്. ഇത് ശിഷ്യൻ. ഹലോ, ഇങ്ങടെ നോക്കുക. നോം തന്നെയാണ്. എന്താ പ്രശ്നം പറയാ? നിങ്ങളാണോ ശിഷ്യൻ? അതെ. ഒന്നും പറയണ്ട. എന്നാ പറയണ്ട. ഡെസ്ക് മാറിക്കിടക്ക. ഡെസ്ക് മാറിക്കിടക്കാണെന്ന് നേരത്തെ പറയണ്ടേ? ആരോ എടുത്ത് മാറ്റി ഇട്ടതാ കേട്ടോ. ഞാനെടുത്ത് ശരിക്കിടാം. മതിയോ? അത് ഈ ഡെസ്ക് അല്ല, ഡിസ്ക് മാറിക്കിടക്കാന്ന്. അയ്യോ അയ്യോ. ഇപ്പൊ പെൻ ഡ്രൈവ് ഇറങ്ങി, ഹാർഡ് ഡിസ്ക് ഇറങ്ങി, ലാപ്ടോപ്പ് ഉണ്ട്. ഇപ്പോഴും DVD CD ഒക്കെ ആയിട്ട് അങ്ങ് ജീവിക്കുവാണ്. എന്റെ നടുവിന്റെ ഡിസ്ക് മാറിക്കിടക്കാണെന്നാണ് പറഞ്ഞത്. നടുവിന്റെ ഡിസ്ക് ആണോ? അതെ അതെ. അപ്പൊ നമുക്കൊന്ന് പരിശോധിക്കാം. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ എന്റെ ഇടയിൽ? അല്ല, ഇവിടെ പ്രകൃതി ചികിത്സയൊക്കെ ഉണ്ടോ? ഇല്ല ഇല്ല. പുറത്തൊരാളെ നല്ല മണ്ണൊക്കെ തേച്ച് മണ്ണിലൊക്കെ ഇവിടം വരെ ആക്കി നിർത്തിയിട്ട് നടല്ല. അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, രാവിലെ എന്നെ കാണാൻ വേണ്ടി ബൈക്ക് കൊടുത്തോണ്ട് ഇറങ്ങിയതാ. കട്ടറിൽ വീണ് വായിക്കാത്ത ഒരാ ചെളി കയറി. ഞാൻ പറഞ്ഞത് ഉണങ്ങിയിട്ട് വന്നാ മതി, എന്നിട്ടേ ചികിത്സിക്കും. അതാണല്ലേ? പിന്നെ ഒരാളെ തലകുർത്തി എടുത്തിട്ടുണ്ടല്ലോ. അവൻ പദ്യം തെറ്റിച്ചിരിക്കണോ? ഏത് ക്ലാസ്സിലെ പദ്യം പുള്ളി തെറ്റിച്ചത്? പദ്യം എല്ലാം തൃക്കാക്കര. എടാ, ഒരു ഇടി അടിച്ച് ഞാൻ കയറ്റി തന്നാണ്ടല്ലോ. എടാ, പദ്യം പദ്യം. അതായത് ചികിത്സാ പിഴവ് വരുത്തിയിരിക്കുന്നു. ഞാൻ അവനോടൊരു കിഴി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോ അവൻ 3 ബിരിയാണി കിഴി മേടിച്ചോണ്ട് വന്നേക്കുന്നു. അപ്പൊ അവനത് വേണ്ടേ? അതിനിപ്പോ എന്തോ ചെയ്യും? അതിനിപ്പോ നല്ല ബിരിയാണി നമുക്ക് ഇരുന്ന് തിന്നാലോ? കൺട്രോളർ തന്നെ ഉണ്ണിക്കാൻ വന്നതാണ്. വന്ന കാര്യം പറയുക. അല്ല, എനിക്ക് ഭയങ്കര നടുവേദന ഉണ്ടെന്ന് നോക്കാം. ഏതായാലും നമുക്കൊന്ന് നോക്കാം കേട്ടോ. ആയിക്കോട്ടെ, നമുക്കൊന്ന് നോക്കാം. നടുവിനാണ് വേദന അല്ലേ? ഈ ഭാഗത്ത് ഇവിടെ വേദന.
ഇവിടെ 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 ഡബ് ചെയ്യുവാണല്ലോ ഞാൻ തൊട്ടിട്ട് വിളിച്ചാ പോരെ. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിപ്പോ സകല സ്ഥലത്തും വേദനയായ സ്ഥിതിക്ക് നമുക്കൊരു എണ്ണ ഞാൻ അങ്ങോട്ട് തരാം. ആയിക്കോട്ടെ. അലവലാതി എണ്ണ. അലവലാതി എണ്ണയോ? സകലകലാതി എണ്ണ. സകലകലാതി എണ്ണയോ? ഏലാതി എണ്ണയാണോ ഉദ്ദേശിച്ചത്? അത് ഞാൻ അങ്ങോട്ട് തരാം. അങ്ങനെ പറഞ്ഞാ പോരെ. ഇതൊരു 3 ആഴ്ച തലയിൽ തേച്ച് അങ്ങോട്ട് കുളിക്കുക. അത് കഴിഞ്ഞിട്ട് ജീവൻ ഉണ്ടെങ്കിൽ വരിക, എന്തെങ്കിലുമൊക്കെ തരാം. അപ്പൊ എന്താ പ്രശ്നം? അയ്യോ സാറാണ്. ഹലോ. ആ സാറേ, ഞാനിവിടെ ഒരു വൈദ്യ ഷോപ്പ് വരെ ഒന്ന് വന്നതാ. കുഴപ്പമില്ല. എന്താന്ന്? അയ്യോ സാറേ, ടെൻഷൻ അടിക്കണ്ട. അതിന് ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ ചെന്നാ മതി. വേണ്ടാന്നോ? എന്നാ പിന്നെ ഒരു പണി, സാർ ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെ എല്ലാം അറേഞ്ച്മെന്റ്സ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ആക്ടിംഗ് വർക്ക്ഷോപ്പ് പോവാൻ പറഞ്ഞപ്പോ അത് പറ്റൂല, ഇവിടെ തന്നെ വരണമെന്ന്. ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പോയാൽ എന്ത് പ്രശ്നം? ആക്ടിംഗ് വർക്ക്ഷോപ്പോ? എടി, ആക്ടിംഗ് വർക്ക്ഷോപ്പ് അല്ല, ആക്ടിംഗ് വർക്ക്ഷോപ്പ് എന്നാ ഞാൻ പറഞ്ഞത്. ആക്ടിംഗ് വർക്ക്ഷോപ്പ്. അതായത് ഇപ്പൊ ആരാ വിളിച്ചെന്നറിയോ? ആരാ വിളിച്ചേ? പ്രശസ്ത സിനിമാ നടൻ. ആര്? റാണ പ്രതാപ്. എവിടെയാണ് വിളിച്ചത്? എനിക്കറിയാം. നേരാത്ത ഡ്രസ് ഇട്ട് നടക്കുന്ന ഒരു പുള്ളിയല്ലേ, എനിക്കറിയാം. പക്ഷെ വേറെ എന്താ പ്രശ്നം എന്നറിയോ? ഈ പുള്ളിക്ക് ബോളിവുഡ് ഒരു ചാൻസ് കിട്ടി. പക്ഷെ ഈ ആ പുള്ളിയുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ സാധനം വരൂല. അത് ഞാൻ പറയായിരിക്കും. ഇങ്ങോട്ട് വാ. ഒരു മനുഷ്യനെ പേപ്പട്ടി ഓട്ടിച്ചാലെങ്കിലും എന്തെങ്കിലും ഭാവം വരണം. അതെ, ഇത് അങ്ങേരെ ഒരു സിനിമ കണ്ട് അങ്ങേരെ ഭാര്യ പിണങ്ങിപ്പോയപ്പോ അങ്ങേര് എന്റെ വീട്ടിൽ ആട് ഇതിനേക്കാളും നന്നായിട്ട് കാടി. അതുകൊണ്ട് ഞാൻ പറയണ്, അങ്ങേരക്ക് ഈ പണി പറ്റിയതല്ല, വല്ല കപ്പലണ്ടി ഓർക്കാൻ പോണോന്ന്. അതന്നെയായിരുന്നു ആദ്യത്തെ പണി. കപ്പലണ്ടി ഓർക്കലുണ്ടായിരുന്നു. അല്ല, എല്ലാ പാട്ടിലും ഇങ്ങനെ ഒരു മനസ്സിലായി. അയ്യോ, സാറ് വരുന്നു, സാറ് വരുന്നുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചോട്ടോ. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം പറഞ്ഞിട്ടുണ്ട് സാർ. എന്റെ പുറകെ കുറെ ചാനലുകാർ നടക്കുന്നുണ്ട്. അറിയാം സാർ. കാക്കക്കുയിൽ, നീലക്കുയിൽ, പച്ചക്കുയിൽ, കിളിപ്പച്ചക്കുയിൽ. അവരാരും ഇങ്ങോട്ട് കയറ്റരുത് കേട്ടോ. ഇല്ലില്ല, പ്രത്യേകിച്ച് പൂമ്പാറ്റക്കാരെ. ഇല്ല സാർ. അവര് എവിടെ ക്യാമറ വെക്കുന്ന പറയാൻ പറ്റില്ല. അതെ അതെ, ഒരു മീഡിയ പേഴ്സൺ അറിയാതെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അതെ ഓക്കെ സാർ. അറിയാം. ഇത് വൈദ്യനല്ലേ? ഇതാണ് വൈദ്യർ സാർ. ഓക്കെ, കാണാം. ശരി. നമസ്കാരം. നമസ്കാരം. റാണ പ്രതാപ്. ഇതെന്റെ അച്ഛന്. അച്ഛനായിരുന്നാ? ഞാൻ വിചാരിച്ച അമ്മയായിരുന്നു. അതല്ല, ഇതിന്റെ അച്ഛനാ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. റക്കമ്മ. എന്തമ്മ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കുട്ടികൾ ഉണ്ടായി അതിനുശേഷം കല്യാണം കഴിച്ചതിന് ശേഷം ഇതൊക്കെ പബ്ലിക്കായിട്ട് റിവീൽ ചെയ്താൽ മതിയെന്ന്. ഓക്കെ ഓക്കെ, മൈ മിസ്റ്റേക്ക്. അതാ ഞാനും പറയാൻ വന്ന മിസ്റ്റേക്ക് പറ്റിയിരിക്കണു. സാധാരണ കല്യാണം കഴിച്ചിട്ടല്ലേ കുട്ടി ഉണ്ടാവുക. പക്ഷെ അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയല്ലേ? 2 months. ഓക്കെ, കം ഓൺ ബേബി. ഓ യാ. ഓക്കെ, അപ്പൊ ഞാൻ ചികിത്സ എപ്പോഴാണ് തുടങ്ങുന്നത്? അല്ല, എന്താ പ്രശ്നം ആക്ച്വലി? എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കാമല്ലോ അല്ലേ? ഓക്കെ, എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബോളിവുഡ് സിനിമ എന്നൊരു അവസരം കിട്ടി. അപ്പൊ അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പ്രഷൻസ് കൂടുതൽ വേണമെന്ന്. ഞാനിങ്ങനെ എക്സ്പ്രഷൻസ് വാരി വിതറാറില്ല, ലിമിറ്റഡ് എഡിഷനാണ്, കുറച്ചേ കൊടുക്കാറില്ല. അപ്പം ഈ എക്സ്പ്രഷൻ കുറച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഒന്ന് തടവി കഴിഞ്ഞാൽ എക്സ്പ്രഷൻ വരുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെയൊന്നും ഞരമ്പൊന്നും ഇല്ല. ഒരാഴ്ച വേണമെങ്കിൽ ഞാൻ ഇവിടെ കിടത്തി സെറ്റപ്പ് ഒക്കെ ചെയ്യാം. അതെനിക്കറിയാലോ ഉടായ്പാണെന്ന്. അപ്പോ എന്ത് നടക്കും? എങ്ങനെ എന്ത് നടക്കും? കിട്ടുന്നതിൽ എനിക്കൊരു 70-30. നീ ഇവിടെ കിടന്ന് നടക്കും, പിന്നെ കിടക്കും. അതാണ് ഞാൻ പറയുന്നു, എനിക്ക് 70, നിനക്ക് 30. മുണ്ടരുത്. അതെ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ചികിത്സ അങ്ങോട്ട് ആരംഭിക്കാം. ഓക്കെ, ശ്വാസം ഒന്ന് വലിച്ചു പിടിക്കൂ, മുകളിലേക്ക് പിടിക്കൂ, ഉയർത്തി പിടിക്കും. നോക്കട്ടെ, ഞാൻ ഒരു മരുന്ന് വച്ചിരുന്നു, അത് മൂക്കി പിടിച്ചു കഴിഞ്ഞാല് ഞരമ്പുകളെല്ലാം കൂടി തെളിഞ്ഞു വരും. ആ മരുന്ന് ഏതാണെന്നറിയാം. വിടാൻ പറഞ്ഞില്ലായിരുന്നു. വിടണ്ടെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യും, ഇത് ഞരമ്പിന്റെ പ്രശ്നമാണ്. എല്ലാരും പറയുന്നു ഞരമ്പിന്റെ പ്രശ്നമുണ്ടെന്ന്. സാറിന് ഞരമ്പ് രോഗമുണ്ട്. ഞരമ്പ് രോഗം ഇല്ലെങ്കിൽ സാർ ഇവിടെ വരില്ലായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഞരമ്പ് പിടിച്ച്
വീണിട്ടുണ്ടോ? ഒരു 3-4 പടം വീണിട്ടുണ്ട്. 4 പടം അങ്ങനെ അഭിനയിച്ചിട്ടുള്ളൂ. പടം പൊട്ടിയ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് മറിഞ്ഞു വീണിട്ടുണ്ടോ എന്ന്. അതായത് എനിക്ക് തോന്നുന്നു 4 വയസ്സുള്ളപ്പോ ഞാൻ ടെറസിന്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ട്. എന്നിട്ട് ചത്തോ ജീവിച്ചോ? എടാ, താൻ എന്ത് മണ്ടത്തരം ചോദ്യോടോ ചോദിക്കുന്നത്? ചത്തോ ജീവിച്ചോന്നോ? എന്തോ ഈ ചോദിക്കുന്നത്? അല്ല, നമ്മളൊരു ഒരു അപകടം സംഭവിക്കുമ്പോ അങ്ങ് ചോദിച്ചോല, ആ ഫ്ലോയിൽ വന്നതാ. 4 വയസ്സിൽ ചത്തോ ജീവിച്ചോ എന്നുള്ളത് ഇപ്പൊ ചോദിച്ച അയ്യാക്ക് ഓർമ്മ ആണോ? അതാണ് അത് കുഞ്ഞല്ലേ, വല്ല ഓർമ്മയുണ്ടോ 4 വയസ്സുള്ളപ്പോ? കൺട്രോളർ 80-20 ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ചികിത്സയിലേക്ക് കടക്കാം. അതായത് ഈ കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ട് പ്ലീഹയുടെയും ലാഹയുടെയും താഴെ കാണുന്നുണ്ടോ കൺട്രോളർ 90-10. അയ്യോ, വീണ്ടും കുറഞ്ഞു. യവനെ ഞാൻ സഹിക്കുന്നുണ്ട്, നീ മനസ്സിലാക്കണം. അപ്പോ ചികിത്സയുടെ ഭാഗം എന്ന് പറയുമ്പോ, അതായത് ഈ ഭാഗത്തായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താ? ആക്ടിങ് ഞരമ്പ്. ആ ഞരമ്പ് കണ്ടു, ആ ഞരമ്പ് കിട്ടി, ആക്ടിങ് ഞരമ്പ് കിട്ടി. ആക്ടിങ് ഞരമ്പ് കിട്ടി. ആക്ടിങ് ഞരമ്പ്. ഓ, എന്നെ സമ്മതിക്കണം. ഈ ആക്ടിങ് ഞരമ്പിന്റെ താഴുഭാഗത്തായിട്ട് ചെറിയൊരു മന്ദത കാണുന്നുണ്ടോ? എന്ത് ചെയ്യും? ചികിത്സിക്കണം. അതാണ് പ്രശ്നം. എക്സ്പ്രഷൻ ശരിയായ മരുന്ന്, വിശ്രമം, ആഹാരം എന്നിവ കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം മാറും. ഓക്കെ. പച്ചമരുന്നുകൾ വേണം. പച്ചമരുന്ന് കൊണ്ടാണ്. പച്ചമരുന്ന്. എന്തൊക്കെ പച്ചമരുന്നുകളാണ്? പച്ചമരുന്നുകൾ എന്ന് പറയുമ്പോ തെച്ചി, മന്ദാരം, തുളസി, പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. തെച്ചി, മന്ദാരം, തുളസി, പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ. ജഡ്ജസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേദി 1-ൽ തിരുവാതിര മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ടാബ്ലോ മത്സരം ആരംഭിക്കുന്നതാണ്. ടാബ്ലോ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ല. പഠിച്ചിട്ട് വരണമായിരുന്നു, ജഡ്ജസ് വിളിച്ച് പറഞ്ഞ്. പ്രാക്ടീസ് ചെയ്യണ്ടേ? അയ്യോ താണ്ടാ, ഇനി അവന്റെ എടുക്കാൻ പൈസ ഇല്ല. ഇത്രയും കഷ്ടപ്പെട്ടവൻ വന്നേ, ഒരു 10 രൂപയെങ്കിലും അവന് കൊടുത്തു വിടണം. ഒരു സെക്കൻഡ് സ്കൂൾ കലോത്സവം ഓർമ്മ വന്ന്, അതാണ്. ഇരിക്കൂ. ഓക്കെ. ഞാൻ പറഞ്ഞു വന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയായ വിശ്രമം, മരുന്ന് എന്നിവ ഉണ്ടായാൽ ഈ അസുഖം അങ്ങടെ മാറും. അപ്പൊ പച്ചമരുന്ന് കഴിക്കണം. ഇനി പച്ചമരുന്ന് വേണം. ഇനി ഏതൊക്കെ പച്ചമരുന്ന് വേണം? അതായത് മുക്കുറ്റി, തിരുതാളി, കാടും പടലും കൂടെ ഇടിച്ച് കെട്ടിത്ത. മുക്കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ച് കെട്ടിത്ത. മുക്കുറ്റി, തിരുതാളി, കാടും പടലും പറിച്ച് കെട്ടിത്ത. തിരുതാളി, കാടും പടലും പറിച്ച് കെട്ടിത്ത. അയ്യോ അയ്യോ, എന്റെ റാണാ പ്രതാപ് സാറേ, നിങ്ങൾക്ക് തൃശ്ശൂര് പുലികളിയാണ് ഫസ്റ്റ്. നിങ്ങൾക്ക് അഭിനയം പറഞ്ഞിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഇനി പച്ചമരുന്ന് പറഞ്ഞ ഇവിടെ ക്യാമറ കളിക്കാറുണ്ട് വേണം. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശീലനം നടത്തണം. ഓക്കെ, നടത്താം. അതായത് രസങ്ങള് വരണം. രസങ്ങളെ സ്കൂളിൽ വിട്ടിരിക്കുകയാണോ വിളിച്ചോണ്ട് വരാൻ? നീ ഇനി 10 രൂപ എനിക്ക് ഇങ്ങോട്ട് തരേണ്ടി വരും. ഓക്കെ. അപ്പൊ രസങ്ങൾ വരാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പരിശീലനം, ചിട്ടയായ പരിശീലനം. രസങ്ങളൊന്ന് വരുത്തി നോക്കൂ. എന്ത് രസമാണ് ഞാൻ വരുത്തേണ്ടത്? അത് ശാന്തം വരുത്ത്. എന്തോ ശാന്തം. ഓക്കെ. ഇത് ശാന്തമല്ല, ശാന്തമ്മ വരുന്നതാ. കുഴവിക്കിടിച്ച് കൊല്ലട്ടോ ഇത്. മാക്സിമം ആണിത്. ശാന്തം 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 ശാന്തം. ഒരു കാര്യം ചെയ്യും, കൈ രണ്ടും പൊക്കൂ, കൈ രണ്ടും പൊക്കൂ, താക്കൂ, ശ്വാസം വിടും. ഫോണിങ് ഇതാ. കൈ താക്കൂ, പൊക്കൂ, പാസ്വേഡ് പാസ്വേഡ് 38-18. താക്കൂ, പൊക്കൂ, താക്കൂ, പൊക്കൂ. ഇനി ശാന്തം വരട്ടെ, ശാന്തം വരട്ടെ. എന്ത് പണിയാ കാണിച്ചു? പാസ്വേഡ് കൊടുത്താ? പാസ്വേഡ് കൊടുത്താ? പിന്നെ ഇപ്പൊ കൊടുത്തില്ല. ഞാൻ കേട്ടല്ലേ. പാസ്വേഡ് അയ്യോ 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 അയ്യോ. ഇതാര്? ശാന്തം. ശാന്തം. ഇതാര്?
ശാന്തം വീണ്ടും വന്നു. ശാന്തം. സത്യം പറ, ഈ കെട്ടിപ്പിടിച്ചോണ്ട് ഇരിക്കണത് ആര്? ഭയാനകം, 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 നീ ഏവളെന്ന് പറ. ഭയാനകം, എനിക്കിപ്പോ അറിയണം. ഭയാനകം. എക്സ്പ്രഷൻ കറക്റ്റ്. ഇതാര്? ഈ പെണ്ണാര്? ഇത് ഏവളെന്ന് എനിക്ക് പറയണം. സങ്കടം. ഞാൻ ഈ സോഷ്യൽ മീഡിയ കൊണ്ടേ കൊടുക്കും. സോഷ്യൽ മീഡിയയിൽ ഞാൻ പത്രസമ്മേളനം വിളിച്ചു കൂട്ടും. എന്നെ ചതിച്ചില്ലേ? You cheat. 2 months. 2 months. You cheat. ഞാനേ അങ്ങോട്ട് പോട്ടെ. ഞാൻ നോക്കട്ടെ. ഭാവങ്ങളാ, പല ഭാവങ്ങളും. ഓ, നവരസങ്ങളെന്ന് കേട്ടിട്ടേ ഉള്ളൂ. 28 രസം താ വന്ന് ഒഴുകണേ. വരൂ, വരൂ. അല്ല, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 2 വർഷം മുമ്പ് ഈ കുട്ടിക്ക് ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഈ പുള്ളിയുടെ പടങ്ങളൊന്നും പൊട്ടില്ലായിരുന്നു. പുള്ളി രസം വെച്ച് അങ്ങ് കീച്ചിയാനെ. അതെ അതെ, പക്ഷെ വേറെ കാര്യം പറയാം. ഇനി അടുത്ത പുള്ളി അഭിനയിക്കാൻ പോണ ബോളിവുഡ് പടമില്ലേ, അത് സൂപ്പർ ഹിറ്റ് ആവും. അതെങ്ങനെ? ഒരു ഫോണിന്റെ പാസ്പോർട്ടല്ലേ കൊടുത്തുള്ളൂ, ബാക്കി 3 ഫോണിന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. കൺട്രോളർ അപ്പൊ 50-50 എന്ന് വെച്ചാല് 50-50 എന്ന്. ആ 100. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പോ വീണ്ടും നല്ല രസകരമായ ഒരു സ്കിറ്റുമായിട്ട് ഇവിടെ എത്താൻ പോകുന്നത് സജയൻ ചേട്ടനും വിനോദേട്ടനുമാണ്. വെൽക്കം. ശരിക്കും നമ്മുടെ ഫ്ലോറിൽ വന്നു ഓരോ പെർഫോമൻസിലൂടെയും നല്ല പോളിഷ്ഡായി തഴക്കവും പഴക്കവുമുള്ള കലാകാരന്മാരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രണ്ടുപേരും. എങ്ങനെയുണ്ട്? സുഖമല്ല രണ്ടുപേർക്കും? സാധാരണ പെർഫോമൻസ് ഇങ്ങനെ കത്തിക്കേറി വരുമ്പോഴത്തേക്കും അനാവശ്യമായിട്ട് നമ്മുടെ വിനോദേട്ടന് ഇടയ്ക്ക് ചെറിയ ടെൻഷനൊക്കെ കേടി വരാറുണ്ടായിരുന്നു. പ്രാവശ്യം അതൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയല്ലേ? പിന്നെ നോക്കിയാ പോരാ, അടിപൊളിയാകണം. മാത്രമല്ല ഇന്ന് പെർഫോമൻസ് കഴിഞ്ഞ് നിങ്ങൾ നല്ല പ്രൈസ് മണിയൊക്കെ നേടുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ബോണസ് കൂടിയുണ്ട്. അതെന്താണ് ബോണസ്? ആരെങ്കിലും ഇടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ചെറുതായിട്ടുണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിള്ളേര് നല്ല അടിപൊളി കുങ്ഫു കരാട്ടൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. നിങ്ങൾ നന്നായിട്ട് ചിരിക്കണം കേട്ടോ. ചേട്ടന്മാർ തമാശയൊക്കെ ഇട്ട് ചിരിച്ച് നിങ്ങളെ ഗ്രൂമറിനെയാണ് ചോദിച്ചതേ ഉള്ളൂ. ഇല്ല. അപ്പൊ ചേച്ചി നമുക്ക് ബാറ്ററി ഓൺ ചെയ്ത് കൊടുത്താലോ? യെസ്. ഓക്കെ, ബാറ്ററി ഓൺ. രണ്ടുപേരും തകർക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാറേ, എനിക്കൊരു പരാതിയുണ്ട്. അപ്പുറത്ത് പോയി പറഞ്ഞു സാറേ. അവരെന്ത് പറഞ്ഞു? അപ്പുറത്ത് പറഞ്ഞത് ഇപ്പുറത്ത് പറയണ സ്വഭാവം എനിക്കില്ല സാറേ. പരാതി എന്തിന്? എന്റെ അച്ഛനെ ലിവർ സിറോസിന്റെ അസുഖമാണ്. ഇത് ആശുപത്രിയല്ല, വാട്ടർ അതോറിറ്റിയാണ്. ഇതൊക്കെ നീ ഇവിടെ വന്ന് പറയണതിന്? സാറേ, 2-3 ആഴ്ചയായിട്ടേ എന്റെ വീട്ടിലെ പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. അങ്ങനെ ഡ്രൈ അടിച്ചടിച്ചാണ് എന്റെ അച്ഛന് ലിവർ സിറോസിന്റെ അസുഖമായത്. 2-3 ആഴ്ച വീട്ടില് വെള്ളമില്ല, ഇപ്പോഴാണ് വന്ന് പരാതി പറയണത്. അയ്യോ, അപ്പോഴും തന്നെ ഞാൻ ഇവിടുത്തെ ഫോണിൽ വിളിച്ചു. അപ്പം ടെലിഫോൺ കംപ്ലൈന്റ്. ടെലിഫോൺ ഓഫീസിൽ പോയി പരാതി പറയണം. അവിടെ പൈപ്പിൽ വെള്ളമില്ലാത്തോണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. നിനക്ക് നേരെ വാട്ടർ അതോറിറ്റി പരാതി അറിഞ്ഞൂടെ? അതിനല്ലേ ഞാൻ ഇവിടെ വന്ന് നിക്കണത്. ശരിയാണല്ലേ. ഞാൻ ഇനി ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ മണ്ടയിൽ വെക്കും? ഫോണ് കംപ്ലൈന്റ് ആയിരുന്നെങ്കിലേ നീ ഇവിടെ വരാ ഇത്രയും ലേറ്റ് ആയതെന്ത്? സാറേ, റോഡിന്റെ പണി നടക്കല്ലേ, പിന്നെ ഞാൻ എങ്ങനെ വരും? നീ ഇപ്പൊ എങ്ങനെ വന്ന്? ഇപ്പൊ റോഡിന്റെ പണിയെല്ലാം കഴിഞ്ഞ് നല്ല കണ്ണാടി പോലെ കിടക്കുകയാണ്. മേഖലയത് കൊഞ്ചറ വെമ്പായ റൂട്ട്. ഒരു മിനിറ്റേ. ഹലോ, നമ്മുടെ വെമ്പായം കൊഞ്ചിറ റോഡിലെ പണിയെല്ലാം കഴിഞ്ഞ് നല്ല കണ്ണാടി പോലെ കിടക്കുകയാണ്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ JCB ഇറക്കി പണി തുടങ്ങിക്കോ. സാറേ, നിങ്ങളെയൊക്കെ കാര്യം ഒരു കഷ്ടം തന്നെ. ഞാൻ ഇന്നാൾ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഒരുത്തൻ റോഡ് കുഴിച്ചു പോണ്, അടുത്ത ബാക്കിൽ നിന്ന് ഒരുത്തൻ മൂടി വരണം. ഇതെന്തൊരു പണി സാറേ? എടാ, പൈപ്പ് ഇടാൻ പറഞ്ഞ ഒരുത്തൻ അന്ന് ലീവായിരുന്നു. ഒരുത്തൻ ലീവ് എന്ന് വെച്ച് ബാക്കിയുള്ളവർക്ക് അവിടെ പണി ചെയ്യണ്ടേ? അത് ശരിയാ സാറേ. അടുത്ത ആഴ്ച എന്റെ കല്യാണം. അപ്പൊ നാട്ടുകാരെല്ലാം കൂടെ ഒരു നിവേദനം ഒപ്പിട്ട് എന്റെ തന്നിട്ടുണ്ട്. എടാ, നീ കല്യാണം കഴിക്കേണ്ട നാട്ടുകാരെന്തിനാ നിവേദനം ഒപ്പിട്ട് തരണത്? അടുത്ത ആഴ്ച എന്റെ കല്യാണം. പൈപ്പിൽ വെള്ളമില്ലാത്തോണ്ട് നാട്ടുകാരെല്ലാം കൂടെ നിവേദനം ഒപ്പിട്ട് എന്റെ തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒപ്പിട്ടിട്ടില്ല. എന്തായാലും നീ നേരിട്ട് വന്നല്ലേ, നീയാണ് സാമൂഹിക പ്രതിബദ്ധത ഉള്ളവൻ. അയ്യോ, അതുകൊണ്ടല്ലാന്ന്. പിന്നെ എനിക്ക് ഒപ്പിടാൻ അറിഞ്ഞൂടാ.
എടാ ഒരു ഒപ്പ് പോലും ഇടാ അറിഞ്ഞിടത്ത് നിനക്ക് ആരടാ പെണ്ണ് തന്നത്? സാറേ അതൊരു വലിയ കഥയാണ്. ആ പറ. ഞാനേ ആ. വൈറ്റിലെ ബസ് സ്റ്റാൻഡിൽ ബസ്സും കാത്ത് അങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോഴേ ഒരു പെണ്ണു വന്ന് എന്റെ അടുത്തിരുന്നു. 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായിട്ടും പോണില്ല. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് ഞങ്ങൾ അങ്ങ് അടുത്ത്. പ്രേമം പ്രേമം. ആ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് വിചാരിച്ചത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ. അവളും എന്നെ പോലെ ബസിന്റെ ബോർഡ് വായിക്കാൻ അറിഞ്ഞൂടാതെ തേഞ്ഞൊട്ടിയാണ് അവിടെ വന്ന് ഇരിക്കണേന്ന്. പിന്നെ ഞാനങ്ങ് തീരുമാനിച്ചു അവളെ തന്നെ കെട്ടാന്ന്. നിന്റെ വിഷമം ഞാൻ പരിഹരിച്ചു തരാം. ആ. ഉടനെ തന്നെ പണി തുടങ്ങുന്നുണ്ട്. ആ, ആ. നിന്റെ പറമ്പിറക്കുന്ന പൈപ്പില്ലേ, ഒരാൾ പൊക്കമുള്ള വലിയ പൈപ്പ്, ആ. അത് അടുത്ത ആഴ്ച എടുത്ത് കുഴിച്ചിടും. അയ്യോ അപ്പൊ എന്റെ നിത്യ വരുമാനം പോയല്ലേ. അതെങ്ങനെ പൈപ്പ് ഇടുമ്പോ നിന്റെ നിത്യ വരുമാനം പോണത്? സാറേ അത് അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞേ ഞാൻ നാടോടിയൊക്കെ വാടകയ്ക്ക് കൊടുത്തിരിക്കും. നിങ്ങളെ നാട്ടിൽ കിണറൊന്നും ഇല്ലേ? ഉണ്ട് സാറേ. അല്ല ഈ സർക്കാർ പൈപ്പിനെ ആശ്രയിച്ച് ജീവിക്കൊണ്ട് ചോദിച്ചാണ്. ഞങ്ങളെ നാട്ടിലെ കിണറൊന്നും ഒന്ന് സാറ് നോക്കണം. താണ്ട ഇതുപോലെയാണ് കിടക്കണത്, ഒരു തുള്ളി വെള്ളമില്ല. സംഭവം നിനക്ക് കല്യാണമൊക്കെ തന്നെ, നിനക്ക് അത്യാവശ്യമൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നീ പുറത്താരുടെയും പറയല്ലേ? പറയില്ല സാറേ, ഞാൻ വെള്ളം അടിക്കും. എന്താ ഒരു കാര്യം ചെയ്യും സാറേ, ഫുൾ എടുത്താൽ മതി, എനിക്ക് ബൈക്ക് ഓടിച്ച് പോകാനുള്ളത്. നീ ഒരു 5000 രൂപ എനിക്ക് തന്നാ നിനക്ക് ഞാൻ ഒരു ടാങ്ക് നിറച്ചു തരും. ഒരു ടാങ്ക് ഏമ്പക്കത്തിന് 5000 രൂപ. അല്ല ഈ ഉപയോഗമില്ലാത്ത സാധനം കൊണ്ട് കൊടുത്ത് ആരെങ്കിലും വാങ്ങിക്കും? അതല്ല, നീ 5000 രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു ടാങ്ക് വെള്ളം നിറച്ച് ഞാൻ തരുമെന്ന്. നിവർത്തിയില്ല സാറേ. അത് നീ അടുത്ത് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് വൃത്തിയില്ലെന്ന്. നിവർത്തിയില്ലെന്ന്. നിവർത്തിയില്ലായിരിക്കും നീ വേറെ പണിക്കൊന്നും പോണില്ലേ? എനിക്ക് വാച്ചിന്റെ പണിയാണ്. ഓ അപ്പം വാച്ച് മെക്കാനിക്കലല്ലേ നീ? അല്ലാന്നേ വാച്ചിനെ പോലെ കറക്കണം. അപ്പൊ പണിക്കൊന്നും പോണില്ല? പകല് മൊത്തം ഞാൻ പണി അന്വേഷിച്ച് കിടക്കും. രാത്രിയാ? രാത്രി ഞാൻ വിദേശത്ത്. ഓ അപ്പൊ എയർപോർട്ടിൽ പോകണം, ഫ്ലൈറ്റ് കയറി പോണ്ടേ? അല്ലാന്നേ വീട്ടിൽ ചെന്നിട്ട് മൊബൈലിൽ കയറി വിദേശത്ത് പോകും. അപ്പൊ ഫുൾ ഇംഗ്ലീഷ് ആണ്. സാറാ ഞാൻ മലയാളം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കൈമടക്ക് കിട്ടിയേ പറ്റൂ. സാറേ എനിക്ക് നിവർത്തിയില്ലാത്തോണ്ടേ ശാമ്പ്രാണി തിരിക്ക് പകരം ദൈവത്തിന്റെ മുമ്പ് ഈർക്കിലാണ് കത്തിച്ചു വയ്ക്കണത്. നീ കെട്ടാൻ പോണ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയില്ലേ? അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ മതി. പെണ്ണ് കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു സമൂസ 6 മുറിച്ചാണ് എനിക്ക് തന്നത്. അത്രയ്ക്ക് ദാരിദ്ര്യോട്? ഒന്നും പറയണ്ട സാറേ, അവക്കൊരു സഹോദരനുണ്ട്. അവൻ പുറത്തു പോകുമ്പോഴത്തേക്ക് അച്ഛൻ വീട്ടിയിരിക്കും, അച്ഛൻ പുറത്തു പോകുമ്പോ അവൻ വീട്ടിയിരിക്കും. അതെന്താ അങ്ങനെ? അവർക്ക് ഒരു മുണ്ടേ ഉള്ളൂ കൊടുക്കാൻ. നീ എന്ത് പറഞ്ഞാലും എനിക്ക് കൈമടക്ക് കിട്ടണം. എന്റെ പൊന്നു സാറേ എനിക്ക് വെള്ളം വേണം, എനിക്ക് വെള്ളം വേണം, വെള്ളം വേണം. ഇത് കുഴൽക്കിണറല്ല, പൈപ്പിൽ പിടിച്ച് വലിക്കുമ്പോൾ വെള്ളം വരാ. എന്റെ കൈയാണ് വെറുതെ. നീ എന്ത് പറഞ്ഞാലും എനിക്ക് കൈമടക്ക് തന്നേ പറ്റൂ. സാറേ കൈ മടക്കി തരാൻ എനിക്ക് അറിഞ്ഞൂടാ, കൈ മടക്കാതെ തരാൻ അറിയാം. ഹലോ, ഉടനെ ജീപ്പ് ഇറക്കിക്കോ. ആ ബൊമ്പായം കൊഞ്ചിറ ഭാഗത്തുള്ള പൈപ്പിൽ എന്റെ പണി ഇപ്പൊ അങ്ങ് തീർക്കണം. അങ്ങനെ പറ. മറ്റൊരു കിട്ടിലും സ്കിറ്റ് നമ്മളും എൻജോയ് ചെയ്തു, പിള്ളേരും വൻ എൻജോയ്മെന്റ്. പിള്ളേർക്കാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ലൈവ് സ്കിറ്റും കാര്യങ്ങളും ഒക്കെ. ഏറ്റവും ചിരിച്ച ഏതിനാന്നറിയോ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തത്? കിണറിന്റെ കാര്യം പറഞ്ഞപ്പോ ചേട്ടന്റെ മുടിയായിട്ട് റെഫർ ചെയ്തപ്പോഴാണ് പിള്ളേർ ഏറ്റവും കൂടുതൽ. എങ്ങനെയുണ്ടായിരുന്നു നോബിചേട്ടാ? ഈ സർക്കാർ ഓഫീസിന്റെ കെടുകാര്യസ്ഥതയെ കുറിച്ചുള്ള സ്കിറ്റുകൾ കണ്ടിട്ട് കുറച്ച് നാളായി, ഞാൻ പേഴ്സണലി കണ്ടിട്ട് കുറെ നാളായി. ഇപ്പൊ അതിനുശേഷം കാണുന്ന ഒന്നാം രസം ഉണ്ടായിരുന്നു കേട്ടോ. കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു. അല്ല ഈ സംഭവം കറക്റ്റ് ആണ്. റോഡ് പണി തീരും, പൈപ്പിലേയും കുഴിക്കും. അല്ല ഇവരുടെ പെർഫോമൻസ് കാണുമ്പോഴേ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന പെർഫോമൻസ് ആണ്. കാരണം നമ്മുടെ ഫ്ലോറിൽ വന്ന് ഇവിടെ തുടങ്ങി ഇപ്പൊ ഇവര് എന്ത് പോളിഷ്ഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് കാണുമ്പോഴേ ഭയങ്കര അഭിമാനമാണ് ഇവരെ കാണുമ്പോ. ഭയങ്കര ചേഞ്ച് ആയി. ഇപ്പൊ ക്യാരക്ടറായി. ഇപ്പം ഡ്രസ്സിംഗ് എല്ലാം മാറി, നല്ല അതിന്റെ ക്യാരക്ടർ പിടിച്ച് കറക്റ്റ് സർക്കാർ ഉദ്യോഗസ്ഥൻ നോക്കിയാണ് അല്ലേ? നിങ്ങൾ എന്തായാലും ഹാപ്പി ആയില്ലേ? ഇനി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ 12,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി ഇട്ട് കൊടുക്കുക ചേച്ചി. അപ്പൊ ഇനിയും നമുക്ക് ചാർജ് കയറ്റണം, ഇനിയും എമൗണ്ട് ഒക്കെ കൂടട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫോമൻസും അടിപൊളിയായി മുന്നോട്ടേക്ക് വരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ഏടാ. കോമഡി മാസ്റ്റേഴ്സിന്റെ ചാറ്റ് ആൻഡ് ചാറ്റിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി ശ്വേതാ മേനോൻ, അമ്മയുടെ പ്രസിഡന്റ് ആണ്. എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? സുഖം. താങ്ക് യു. അപ്പോ നമ്മുടെ സ്വന്തം ഡയാന ഹമീദ്, എലീന പടിക്കൽ, അഖിൽ കുട്ടി,
താങ്ക് യു. അപ്പോൾ ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷം. ഇന്ന് ചാറ്റ് ആൻഡ് ചാറ്റിൽ എന്നോടൊപ്പം ഉള്ളത് വേദയും നിതയും. നിതയ്ക്ക് മീച്ച വന്ന ഏതാ നിത എവിടെ? നിതയ്ക്ക് ഇന്ന് വരാൻ പറ്റില്ല, അതുകൊണ്ട് എന്റെ അനിയനെയും കൊണ്ടുവന്നതാ. ആടി ഒരു കൈയടി അവിടെ. അപ്പോൾ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു കിടിലൻ താരമാണ് വേദക്കുട്ടി. വേദക്കുട്ടിയുടെ കൂടെ കട്ടയ്ക്ക് പെർഫോം ചെയ്യുന്നത് നിതക്കുട്ടിയാണ്. നിതക്കുട്ടിക്ക് എക്സാം ആയതുകൊണ്ട് നിതക്കുട്ടിക്ക് വരാൻ പറ്റിയില്ല. പകരം അനിയനെ കൊണ്ട്, അനിയൻ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. എന്താണ് പേര്? ധ്യാൻ മനസ്. അടിപൊളി പേര്, ധ്യാൻ മനസ്സ്. അങ്ങനെ ധ്യാൻ എന്ന് പേരുള്ള ഒരാളെ കൂടി കേരളത്തിൽ കണ്ടുപിടിച്ചു. ധ്യാൻ ശ്രീനിവാസൻ, 2 നോവിയണ്ണന്റെ മോൻ ധ്യാൻ, ഇപ്പൊ വേറൊരു ധ്യാൻ. ധ്യാൻ മനസ്സ്, നല്ല പേരല്ലേ? ആ കുഞ്ഞു മീശ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളി. അപ്പം പൊളിക്കൂലേ ചേച്ചി? ബാറ്ററി ഓൺ ആക്കി. ബാറ്ററി ഓണായി. ബാറ്ററി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങള് രണ്ടുപേരും കൂടെ ചാർജ് നിറച്ചോണം. അപ്പൊ ഓക്കെ അല്ലേ? ഓൾ ദ ബെസ്റ്റ്. രണ്ടുപേരും അടിപൊളി. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു ചാറ്റ് ആൻഡ് ചാറ്റ് ലൈവ് പ്രോഗ്രാം. ഇന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് നമ്മുടെ ന്യൂജൻ ആക്ടർ തരുൺ ഘോഷ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം തരുൺ ഘോഷ്. ഹലോ 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 ഹലോ. ഹായ് സർ. സാറോ? ഞാനോ? അയ്യോ, എന്നെ അങ്ങനെ സാറെന്നൊന്നും വിളിക്കണ്ട, ഒരു ഫ്രണ്ട്ലി ചാറ്റ്, അതാണ് എനിക്ക് ഇഷ്ടം. പിന്നെ വന്നിരിയടാ. സാറിന് വിളിച്ചാ മതി. താങ്കൾ ഈ ഷോ കാണാറുണ്ടോ? സത്യം പറഞ്ഞ ഞാൻ ഈ ഷോ ഒന്നും കാണാറില്ല. ഇതെന്നല്ല, ഇതുപോലത്തെ ഒരു ഷോയും ഞാൻ കാണാറില്ല. പിന്നെ മെനിയാന്നത്തെ എപ്പിസോഡിൽ വന്ന ഗസ്റ്റിന്റെ അടുത്ത് താ മൂന്നാമതായി ചോദിച്ച ക്വസ്റ്റ്യൻ എന്തിനായിരുന്നു? ചിരിച്ചിരിച്ചെന്റെ ഉപ്പാട്ടിളകി. ഈ ഷോ കാണാറില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? താൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. സോ ഫണ്ണി. സ്വന്തമായിട്ട് കിക്കർ അടിച്ച് സ്റ്റാർട്ട് ആവണ? അല്ല, ഇതൊന്ന് ഇതിന്റെ മേലേക്ക് കയറ്റി വെക്കാൻ സഹായിക്കുമോ? കുറച്ച് ജാടിറക്കാനായിരുന്നു. തന്റെ ഒരു കാര്യം. നമുക്കൊരു ഫ്രഷ് ജ്യൂസ് ഒക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങ് തുടങ്ങാം. നോ, എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട, ഞാൻ ഡയറ്റിലാണ്. കുഴപ്പമില്ല, ഇത് ഷുഗർ ഫ്രീയാ. ഷുഗർ മാത്രമേ ഫ്രീ ഉള്ളൂ, ജ്യൂസിന് പൈസ തരണോ? ഇന്റർവ്യൂ തുടങ്ങാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഈ ഇന്റർവ്യൂ തീരാൻ ഏകദേശം എത്ര ടൈം എടുക്കും? ഒരു മണിക്കൂർ. 1 മണിക്കൂറോ? അയ്യോ, അത്രയൊന്നും എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റൂല. കൂടിപ്പോയ ഒരു 10 മിനിറ്റ്, അത്ര ഞാൻ സഹിക്കുള്ളൂ. അത് എന്നെ തന്റെ സിനിമ ആണ് നാട്ടുകാരും പറയണം. കൂടിപ്പോയ 10 മിനിറ്റ്, അതിന്റെ അപ്പുറം സഹിക്കാൻ പറ്റൂല. ഫണ്ണിയല്ല, കാര്യമായിട്ട് എന്നെ പറഞ്ഞ. എന്നാ ഞാൻ ഇച്ചിരി ഫണ്ണിയാ. താങ്കളുടെ പുതിയ വർക്ക് ഏതാ റിലീസ് ആവാൻ? എന്റെ പുതിയൊരു പടം കൂടാ, അത് ഈ മാസം റിലീസായിരുന്നു, അടുത്ത ജൂണിലേക്ക് മാറ്റി വെച്ചു. അതെന്താ ജൂണില്? ജൂണിലല്ലേ മഴ, അപ്പൊ അല്ലേ കൊടയുടെ ആവശ്യം. വേറൊരു പടം കൂടെ റിലീസ് ആവാ ഉണ്ട്. പടത്തിന്റെ പേര് കേക്ക്. കേക്കാം. പടത്തിന്റെ പേര് കേക്കാം. താ പറ. എടോ, പടത്തിന്റെ പേരാണോ കേക്ക്? കേക്ക്? അതെ. കേക്ക് ഡിസംബറിലായിരിക്കല്ലേ റിലീസ് ആവണ? എങ്ങനെ മനസ്സിലായി? ഡിസംബറിലല്ലേ ക്രിസ്മസ്, അപ്പോഴാണല്ലോ കേക്കിന്റെ ആവശ്യം. ഫണ്ണി. പിന്നെ നിങ്ങൾ എന്തായാലും എന്നെ ഈ മാസം തന്നെ ഇന്റർവ്യൂവിന് വിളിച്ചത് നന്നായി. കാരണം അടുത്ത മാസം എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. അതെന്താ? 7 പ്രൊജക്ട് ഉണ്ട്. 7 സിനിമയോ? അതല്ലെന്ന്, എന്റെ ചേച്ചിയുടെ മോളെ 10ാം ക്ലാസ്സിലാണ്. അവളുടെ 7 പ്രൊജക്റ്റും ഞാനാണ് എഴുതി കൊടുക്കണേ. 200 രൂപ വെച്ച് കിട്ടും. തന്റെ പടത്തിന് കളക്ഷൻ ഇല്ലെങ്കിലും പ്രോജക്റ്റിന് കളക്ഷൻ ഉണ്ട്. അങ്ങനെ പറയില്ലേ, എന്റെ സിനിമയ്ക്ക് കളക്ഷൻ ഇല്ലെങ്കിലും എന്റെ പടം കണ്ടിറങ്ങുന്ന ഓരോ ഓഡിയൻസിനും ഞാൻ ഓരോ മെസ്സേജ് ആണ് കൊടുക്കുന്നത്. താൻ എന്റെ പടം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് തനിക്ക് എന്ത് മെസ്സേജ് കിട്ടി? എങ്ങനെ പൈസ കൊടുത്ത് 2 മണിക്കൂർ ഉറങ്ങാം എന്ന മെസ്സേജ്. അങ്ങനെ എന്റെ സിനിമ കണ്ടിട്ട് ആരും ഉറങ്ങിയിട്ടില്ല. ആര് പറഞ്ഞ്? ഇപ്പൊ ഡോക്ടർമാര് രോഗികൾക്ക് ഉറക്കഗുളികയ്ക്ക് പകരം തന്റെ സിനിമ കാണാനാണ് എഴുതി കൊടുക്കണം. ഫണ്ണി. താങ്കൾക്ക് താങ്കളുടെ സിനിമകളിലൂടെ തിരിച്ചെന്തെങ്കിലും മെസ്സേജസ് കിട്ടാറുണ്ടോ? ഓർമ്മിപ്പിക്കില്ല പൊന്നെ. അച്ഛാ, അമ്മേ, ക്ഷമിക്കണേ. താങ്കളുടെ അഭിനയത്തില് മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്താൻ ശ്രമിക്കാറുണ്ടോ? എന്റെ സീനിയർ ആയിട്ടുള്ള താരങ്ങൾ വിരൽ കൊണ്ട് അഭിനയിക്കുന്ന
പറയുന്ന ഒരു മാജിക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനിപ്പോ ട്രൈ ചെയ്യുന്നു. പിന്നെ കണ്ണുമൂക്കും വായുള്ള മുഖം വെച്ച് അവൻ ഇതുവരെ അഭിനയിക്കാൻ പറ്റി. പിന്നല്ലേ നഖം മാത്രമുള്ള വിരൽ വെച്ച് എന്തേലും പറഞ്ഞോ? എങ്ങനെ ഇത്ര നന്നായിട്ട് അഭിനയിക്കണമെന്ന് ചോദിക്കായിരുന്നു. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയാണ്. അവിടെയൊക്കെ പോയി പഠിച്ചിട്ടുണ്ടോ? അതല്ലെന്ന്, സ്കൂളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടേ ഞാൻ വീട്ടിൽ പല ഡ്രാമകളും കളിച്ചിട്ടുണ്ട്. പനി ചുമ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ വീട്ടുകാർക്ക് മനസ്സിലായി എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ടെന്ന്. താങ്കളുടെ കൂടെ അഭിനയിക്കുന്ന നടിമാരോടൊക്കെ ക്രഷ് അടിച്ചിട്ടുണ്ടോ? എനിക്കങ്ങനെ നടിമാരോടും ക്രഷ് ഒന്നും അടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പഠിക്കണ സമയത്ത് അനാമിക എന്ന് പറഞ്ഞൊരു പെൺകൊച്ചിന്റെ അടുത്ത് ക്രഷ് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ അച്ഛൻ പെയിന്റ് ബ്രഷ് വെച്ച് അടിച്ചപ്പോ ആ crush അങ്ങ് പോയി. താങ്കള് സിനിമകളിൽ അഭിനയിക്കുന്നതല്ലാതെ ഡയറക്ഷൻ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഹേയ്, അറിയാത്ത പണി ഞാൻ ചെയ്യാറില്ല. അപ്പൊ അഭിനയം അറിയാന്ന് പറഞ്ഞോണ്ടിരിക്കണേണ? അതല്ല, ഞാനിപ്പോ ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്നുണ്ട്. കഥ നമ്മളടുത്ത് ഒന്ന് പറയണം. വൺ ലൈൻ പറയാം. ഒരു സുന്ദരമായ സിറ്റി. പറയൂ സർ. ഇതാണ് എന്റെ സിനിമ. ഒരു ലൈനിന്റെ സിനിമയെ ഞാൻ വൺ ലൈൻ പറയാന്നല്ലേ പറഞ്ഞേ, അല്ലാതെ എസ് പറയാന്നല്ലല്ലോ. Oh my God. തലവേദന എടുക്കണ്ടോ? അല്ല, എന്റെ 1.5 ലക്ഷം രൂപയുടെ ഫോൺ കാണാനില്ല. 1.5 ലക്ഷം രൂപയുടെ ഫോണാ? അതെ അതെ, അതില്ലാതെ എനിക്ക് പറ്റത്തില്ല. നമ്പർ പറ, ഞാൻ വിളിക്കാം. 9466044456. ഓ ഭാഗ്യം, തന്റെ നമ്പർ കിട്ടി. അല്ല, എന്റെ ഫോൺ കിട്ടി. എന്തായാലും ഞാൻ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം. ഇനിയും ഫോൺ കാണാണ്ടായാൽ വിളിക്കാം. അഥവാ ഫോൺ കിട്ടിയാലേ വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കാം. അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. വാട്സപ്പ് കട്ട്. അപ്പൊ അടുത്തൊരു എപ്പിസോഡിൽ വേറെ നല്ലൊരു ഗസ്റ്റ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞാ തന്റെ വേറെ ക്ലൈമാക്സ് ഉണ്ടോ? അപ്പൊ പിന്നെ ഇത് മതി. എല്ലാവർക്കും ബൈ. ഭയങ്കര നൈസ് ആയിരുന്നേ. ഞാൻ ഒരു കാര്യം വേണ്ടേ, ഞാന് സത്യം പറ, ഇത്രയും നാള് നിന്റെ ചേച്ചി ഇവിടെ വന്ന് പെർഫോം ചെയ്തു. ഒരു തവണ പോലും നിന്റെ അടുത്ത് വരണോന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഇന്നിപ്പോ എന്തിനായിരിക്കും വരണോന്ന് പറഞ്ഞ? കാര്യത്തിന് വേണ്ടി അവള് നിന്നെ യൂസ് ചെയ്താണോ? അല്ലോ അല്ല. അല്ലേ? പിന്നെ ചേച്ചിയോട് എനിക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടോന്നാ. ഓ കാര്യമായിട്ടാണോ? ഓ, ഉറപ്പാണോ? ഉറപ്പ്. ഡേയ്, നീ പൊളിയാടേ, നീ സൂപ്പറാടാ, കൂടാ ഹൈഫൈ, നീ കിടുവാടാ, നീ ഇനിയും വരണം. അല്ല ഇവനെ ഞാനേ, നീ ഈ ഇവരുടെയൊക്കെ സ്കിറ്റ് ടിവിയിൽ വരുന്നത് കണ്ടു പഠിച്ചാണ് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്നൊക്കെ? അല്ല, പിന്നെ നിതീഷ് അങ്കിൾ പഠിപ്പിച്ചെന്ന്. ഓ ഗ്രൂമർ. ഓ, അപ്പൊ നിതീഷ് ചേട്ടൻ ഒരു കൈ കൊടുക്കുക. അല്ല, നിതീഷ് ഏട്ടൻ പഠിപ്പിച്ച കാര്യം മോന് കറക്റ്റായി അതൊക്കെ മേലെ ചെയ്തിട്ടുള്ളൂ. മോനെ, ഇത് നിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണോ? ആദ്യമായിട്ടാണോ നീ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്? യെസ്. ആണോ? ഫോണിലൊക്കെ റീൽ എടുക്കാറുണ്ടോ? ഏയ്, അയ്യോ, എങ്കിൽ ഹീസ് ലൈക്ക് മോനെ, you are too talented. God bless you. താങ്ക് യു. Very talented. ഇനി അങ്ങോട്ട് ഇവിടെ സ്ഥിരം അയക്കോ? സോറി, എനിക്ക് ആളെ അറിയാം, പക്ഷെ എന്നാലും ഇവിടെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കണം. ഇച്ചിരി നേരം പോസ്റ്റ് അയക്കോ? അല്ല, ഒരു 3 ആൾക്കാർ ചെയ്യട്ടെ. 3 ആൾക്കാർ. ഇനി ഇവയില്ലെങ്കിൽ ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കും. പിള്ളേർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? അതെ. ഇനി ഇവനും എന്റെ ഫാൻസ് ആയിരിക്കും. ഓ, സ്കൂളിലൊക്കെ ചെല്ലുമ്പോ ഇനി കോച്ചൊക്കെ മാറും. ഞാൻ ഇനി ആരാ? ഡേറ്റ് ഉണ്ടാവോ സ്കൂളിൽ പോവാൻ? ഞാൻ ഇഷ്ടപ്പെടുന്ന നടനാരാ? സിനിമയൊക്കെ ഇഷ്ടമല്ലേ കാണാൻ? അപ്പൊ ഇഷ്ടപ്പെടുന്ന നടനാരാ? മോഹൻലാല്. ലാലേട്ടന് ഇഷ്ടമാണ്. സിനിമ അഭിനയിക്കാൻ ഇഷ്ടമാണോ? താല്പര്യമുണ്ട്. ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് വേണമെങ്കിൽ ഞാൻ ശ്രീനിവാസൻ ഒരു എതിരാളിയായി. അപ്പൊ നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറ്റി എന്നുള്ളത് നോക്കി. ഇവരിടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ബാറ്ററി ചാർജ് ആക്കി പോവും. പക്ഷെ കുഞ്ഞിന്റെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പൊ എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, ഹാപ്പി ആയോ ബ്രദറിനെ കൊണ്ട് വന്നിട്ട്? ചെറിയൊരു അസൂയ എവിടെ കിടപ്പുണ്ട്. അതൊക്കെ നോക്കാം. കലനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കലനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി. ഇത് മൊത്തം ഇവന് കൊടുക്കണം കേട്ടോ. കൊടുക്കാം. ഒരു ഷെയർ പോലും ഞാൻ അങ്ങോട്ട് തരാൻ പറയില്ല. മൊത്തം ഇവന് കൊടുക്കണം. എടുത്തോട്ടെ. എടുത്തോട്ടെ. അല്ല, 10,000 റുപ്പീസ് കിട്ടി. ഇതിന് മുമ്പ് ഇവിടുന്ന് കിട്ടിക്കൊണ്ട് പോകുന്ന പൈസക്കൊക്കെ എന്തെങ്കിലും വാങ്ങി തരാറുണ്ടോ? എങ്ങനെ അറിയാതെ അതിനാ വാങ്ങി തരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ? പറയാറുണ്ടോ ചേച്ചി വന്നിട്ട്? ഏയ്, അങ്ങനെയൊന്നും പറയാറില്ല. ചേച്ചി എന്നാണോ വിളിക്കുന്നേ? എപ്പോഴും ചേച്ചി തന്നെയാണോ? എപ്പോഴും. അവളുടെ എക്സ്പ്രഷൻ നോക്ക്. സത്യം പറ, എന്താ വിളിക്കുന്നവൻ? അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ അല്ലാതായി പോവില്ലേ? അവന് വ്യക്തമായ ബോധമുണ്ട് ഇത് നാട്ടുകാർ കാണുന്നുണ്ടെന്ന്. ജനങ്ങളാണ് അവൻ അഭിനയിക്കണം അവിടെ. അല്ല, വലിയ ഏജ് ഡിഫറൻറ്റ് ഇല്ലല്ലോ അവര് തമ്മില്. എത്ര വയസ്സിന്റെ വ്യത്യാസം ഉണ്ട് നിങ്ങൾ തമ്മില്? 2 വയസ്സ്. അഖിലെ കുട്ടിയഖിലെ അച്ഛൻ അണ്ണാന്നാണ് വിളിക്കുന്നത്. ഇല്ല, ഞാൻ എലീനെ വരെ പേരിൽ വിളിക്കണേ. കുഴപ്പമില്ലടാ,
അതിനുള്ള ചേച്ചി ആ 10,000 റുപ്പീസ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ കുറച്ച് കണക്കുകളൊക്കെ തീർക്കാറുണ്ട്. കുടുംബത്തിലേക്ക് 10,000 റുപ്പീസ് പോയിരിക്കുകയാണ്. ഓൾറൈറ്റ്, അങ്ങനെ നമ്മുടെ ചിങ്ങവനം മാർഷൽ ആർട്സ് സെന്ററിലെ പിള്ളേർ വീണ്ടും എത്തിയിരിക്കുകയാണ് നമ്മുടെ കൂടെ പെർഫോം ചെയ്യാൻ വേണ്ടി. ഇവിടെ ഞെട്ടിക്കാൻ വേണ്ടി. അതിന്റെ ഞെട്ടിക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പിന്നെ ഡയനയ്ക്ക് കുറെ നേരമായിട്ട് എന്തോ ഡൗട്ട് ഉണ്ട് ഒറ്റയ്ക്ക് കിട്ടുമ്പോ ചോദിക്കാൻ കിട്ടുമെന്ന് മേടിച്ചിട്ടാണോ എന്തോ ചോദ്യം ചോദിച്ച് ഞെട്ടിക്കണോന്ന്. അല്ലല്ല, ഇത് എനിക്ക് കുറെ നാളൊരു സംശയമാണ്. നമ്മൾ ഈ ചൈനീസ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അതിൽ ഈ യോദ്ധാക്കളും ഭടന്മാരൊക്കെ ഈ വോളി കൂടെയൊക്കെ നടന്നിട്ടും പറന്നൊക്കെ അടിക്കുന്നത്. ആ ശരിക്കും ഈ കരാട്ടയുടെ ഭാഗമാണോ അത്? നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്നത് അത് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ജാക്കി ചാന്റെ ഒക്കെ പടങ്ങളിൽ കണ്ടിരിക്കുന്ന പാർക്കറിംഗ് അല്ലെങ്കിൽ ഫ്രീ റണ്ണിംഗ് എന്നൊക്കെ പറയുന്നതാണ്. നമ്മൾ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഒരു ബിൽഡിങ്ങിലേക്ക് ചാടിയ ചെറിയ സ്ഥലത്തൂടെ ഒക്കെ ചാടിപ്പോന്നൊക്കെ ഫ്ലിപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് അത് പാർക്കറിംഗ് എന്ന് പറയുന്നൊരു അത് പഠിപ്പിക്കുന്നുണ്ടോ? അപ്പൊ എങ്ങനെയാ ഇപ്പൊ പെർഫോമൻസ് എന്നാ ചെയ്യാൻ പോകുന്നത്? ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത പോലെ കുറച്ച് ആക്രോബാറ്റിക് കൂടെ ഒക്കെ കൂട്ടി ചേർത്ത് മ്യൂസിക് ഉണ്ടോ? മ്യൂസിക്കൽ ഡാൻസ് പോലെ വരുമോ? അത് കിട്ടില്ലായിരുന്നു. ഞങ്ങൾക്ക് അത് ഒന്നും കൂടെ കാണണമെന്നുണ്ട്. വേറൊരു രീതിയിലുള്ള ഒരു പെർഫോമൻസ്. ഇതിൽ മാഷുണ്ടോ? ഇതിലൊരു ചെറിയൊരു പോർഷൻ ഞാൻ ക്യാമിയോ ഉണ്ട്. ഓൾറൈറ്റ്, അപ്പൊ എന്തെങ്കിലും കാണാൻ നല്ലൊരു ഐഡിയ കൊടുക്കാം. മാസ്റ്റർ, വാവ്.
ഞാനിവിടുന്ന് വലിയ പഞ്ചൊക്കെ അടിച്ചു പോയേ. അവിടെ ചെന്ന് പെർഫോമൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കിളി എല്ലാം മാറിപ്പോയി. എസ്പെഷ്യലി ഒരു പെർഫോമൻസ് ഉണ്ട്, എല്ലാരും കിടിലുമായിരുന്നു. പക്ഷെ ഈ കുഞ്ഞു മറ്റേ കാല് പൊക്കിട്ട് ആ വീണത് എന്റെ അമ്മ, അവിടെ ഞാൻ തല പറ്റിയത്. പിന്നെ ഞാൻ എണീറ്റിട്ടില്ല കൈ. പറയാനില്ല. ഇനിയും സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. അവരൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം. അവരെയും കൊണ്ട് ഇനി ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരണം. അതുപോലെ തന്നെ മക്കളെ, നിങ്ങൾ എല്ലാവരും ഇനിയും ഒരുപാട് അവാർഡുകൾ മേടിക്കട്ടെ. ഇനിയും നാഷണൽസ് മാത്രമല്ല, നമ്മുടെ ഇന്ത്യനെ പ്രൗഡ് ആക്കാവുന്ന എല്ലാ മൊമെന്റ്സും നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അല്ലേ ചേച്ചി? അതേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ചിങ്ങവനം മാർഷൽ ആർട്സ് സെന്റർ ഫോർ കമ്മിങ് ആൻഡ് ജോയിനിങ് വിത്ത് us. ഇനി നമ്മൾ കാണും. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ചേച്ചി, ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദിവസം കാണാം. അതുവരേക്കും ബൈ.